മുംബൈ ഭീകരാക്രമണവും പുൽവാമ ആക്രമണവും ഉണ്ടാക്കിയ രക്തച്ചൊരിച്ചിലിനു ശേഷം ഭീകരവാദികൾ അടുത്ത ലക്ഷ്യവുമായി പഹൽഗാമിൽ ഭീകരത വിതച്ചപ്പോൾ രാജ്യം നടുങ്ങി. ചൊവ്വാഴ്ച വൈകിട്ട് കശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തെ രാജ്യം ഒറ്റക്കെട്ടായി അപലപിച്ചു. വിദേശ സന്ദർശനത്തിലായ പ്രധാനമന്ത്രിയുടെ അഭാവത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും ചേർന്നു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അമിത്ഷായും ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ശ്രീനഗറിലേക്ക് കുതിച്ചു. NIA സംഘം ശ്രീനഗറിലെത്തി. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തോത് കുറഞ്ഞെന്നും 370 അനുച്ഛേദം പിൻവലിച്ചതിനു ശേഷം കശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമായെന്നും കണക്കുകൾ ഉദ്ധരിച്ച് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നതിനിടയിലുണ്ടായ കൂട്ടക്കൊലയിൽ രാജ്യം വിറങ്ങലിച്ചു. വിനോദസഞ്ചാര സീസണായതിനാൽ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുന്നതിനിടയിൽ ഭീതി വിതച്ചുണ്ടായ ആക്രമണം ജമ്മു കശ്മീരിനെയും വർഷങ്ങൾക്ക് ശേഷം ആഘാതത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:30യോടെയാണ് ആക്രമണം നടന്നത്. സാധാരണക്കാരായ വിനോദസഞ്ചാരികൾക്ക് നേരെ പൊടുന്നനെയുണ്ടായ ആക്രമണം ടൂറിസം ഗ്രാമത്തെ ഞെട്ടിച്ചു. സംഭവം അറിഞ്ഞ ഉടൻ നോർത്തേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ MV സുജേന്ദ്രകുമാർ ശ്രീനഗറിലേക്ക് കുതിച്ചു. ശ്രീനഗറിന് പുറത്ത് റംബാനിലായിരുന്നു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ശ്രീനഗറിലേക്ക് മടങ്ങി. പ്രദേശത്ത് സൈന്യവും സുരക്ഷാ ഏജൻസികളും സുരക്ഷാ വലയം തീർത്തു. വൈകിട്ട് നടന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഭീകരരെ തുരത്താൻ ആന്റി ടെറർ പ്രവർത്തനങ്ങൾ തുടങ്ങിയതായി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു. രാജ്യം മുഴുവൻ കടുത്ത രോക്ഷത്തിലാണ്. പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകും. അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. 2000-ലും 2001-ലും അമർനാഥ് തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച ശേഷം ജമ്മുകാശ്മീരിൽ സാധാരണക്കാർക്ക് നേരെ ഭീകരർ ഇത്ര വലിയ ആക്രമണം നടത്തുന്നത് ആദ്യമാണ്. സൈനിക വേഷത്തിൽ തോക്കുകളുമായി ഭീകരർ എത്തിയപ്പോൾ പലരും കരുതിയത് മോക്ക് ഡ്രില്ലാണെന്നായിരുന്നു. ലോകത്തിലെ മനോഹരമായ താഴ്വര നിമിഷങ്ങൾ കൊണ്ട് കുരുത്തിക്കളമായി മാറി. നിരവധി പേർ വെടിയേറ്റ് വീണു. അവരിൽ ഒരാളായിരുന്നു ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം കശ്മീർ കാണാനെത്തിയ ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ വിനയ് നർവാളും ഭാര്യയും തെലങ്കാനയിൽ നിന്നുള്ള ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടവരിലുണ്ട്. വിനയ് നർവാളിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 ദിവസമേ ആയിരുന്നുള്ളൂ. ശിവമുഖിയിൽ നിന്നെത്തിയ മഞ്ജുനാഥ റാവു വെടിയേറ്റ് വീണത് ഭാര്യയുടെ കൺമുന്നിലാണ്. കേരളത്തിൽ നിന്ന് പോയ ഹൈക്കോടതി ജഡ്ജിമാരും MLA-മാരും കശ്മീരിലുണ്ടായിരുന്നെങ്കിലും അവരെല്ലാം സുരക്ഷിതരാണ്. ആക്രമണത്തിന് പിന്നാലെ രാജ്യം ഉണർന്നു. അമിത്ഷാ ശ്രീനഗറിലും എത്തി. പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി. അപൂർവമെന്ന് തന്നെ വിലയിരുത്താവുന്ന രീതിയിൽ സൈന്യത്തിന്റെ വാർത്താക്കുറിപ്പും എത്തി. വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച ഇത്തരമൊരാക്രമണം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ആക്രമണത്തിന്റെ 2ാം നാൾ ലോകം വീക്ഷിക്കുന്നത് ഇന്ത്യയുടെ തുടർ നടപടികളാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദികളെ പിടികൂടാനുള്ള നടപടികൾ എന്തെല്ലാമാകുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.